ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ എത്ര മെഡിസിൻ കഴിച്ചിട്ടും പെയിന് മാറാറില്ല. അതുപോലെ തന്നെ ചില പേഷ്യൻസ് പറഞ്ഞാൽ ഡോക്ടറെ തടി കുറയണില്ല എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് അറിയാൻ പറ്റും, ഇപ്പോൾ വിദ്യാബാലൻ തടി കുറച്ചതോടുകൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡായ ഒരു കാര്യമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നുള്ളത്. കാരണം വിദ്യാബാലൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരുപാട് ഡയറ്റും കാര്യങ്ങളും ചെയ്തു നോക്കി, അതുപോലെ എക്സസൈസ് ചെയ്തു നോക്കി, എന്നിട്ടൊന്നും ഒരുപാട് വർക്ക് ചെയ്തിട്ട് പോലും വെയിറ്റ് കുറയാത്തൊരവസ്ഥ. നിർത്തുമ്പോൾ ടെമ്പററി റിലീഫ് കിട്ടുക, നിർത്തുമ്പോൾ വീണ്ടും പഴയതുപോലെ ബോഡി വെയിറ്റ് കൂടുക എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു. പിന്നീടാണ് അത് മനസ്സിലായത്, എനിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കഴിക്കും, അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് മനസ്സിലാക്കാം. ഇൻഫ്ലമേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നത് മനസ്സിലാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് എന്ത്, ആൻറ്റി എന്നുള്ളത്. ഉദാഹരണത്തിന് പറയുന്നത് ആൻറ്റിബയോട്ടിക്, ആൻറ്റി വെനം, ആൻറ്റി നേഷൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ആൻറ്റി നേഷൻ എന്ന് രാജ്യദ്രോഹമായിട്ടുള്ള, അല്ലെങ്കിൽ ആൻറ്റി വെനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചാലുള്ള വിഷത്തിനെതിരെയുള്ള. അതുപോലെ നോർമൽ ആയിക്കൊണ്ട് ശരീരത്തിനെതിരെ ശരീരം പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസമാണ് ആൻറ്റി ഇൻഫ്ലമേഷൻ എന്നത്. ഇൻഫ്ലമേഷനെതിരെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തുടർച്ചയായി ആദ്യം ഇൻഫ്ലമേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം നോക്കാം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ 5 അടയാളങ്ങളാണുള്ളത്. ആദ്യത്തെ നമ്മൾ റെഡ്നെസ് ആണ് പറയുക. ഉദാഹരണത്തിന് നമ്മുടെ കൈ എന്തെങ്കിലും ഒരു ഭാഗം കൊണ്ട് തട്ടിപ്പോയി അല്ലെങ്കിൽ പൊള്ളലേൽക്കുകയോ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, ആദ്യം ആ ഭാഗത്ത് റെഡ് കളർ വരും. പിന്നീട് എന്താണ് സംഭവിക്കുക, അവിടെ ചെറുതായിട്ട് സ്വെല്ലിങ് വരും. പിന്നീട് അവിടെ എല്ലാ ഭാഗങ്ങളും ബ്ലഡ് സർക്കുലേഷൻ കൂടും. പിന്നീട് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. 5ാമത്തെ ഒരു ഫങ്ഷനാണ് ഇൻഫ്ലമേഷൻ്റെ വരുന്നത്, ഫങ്ഷൻലെസ്. അതായത് ആ ഭാഗങ്ങളിൽ നമുക്ക് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരും. ചിലത് ടെമ്പററി ആയിട്ടാവും, ചിലത് പെർമനൻ്റ് ആയിട്ടാവും. ഈ 5ാമത്തെ കാര്യമായിട്ട് പറഞ്ഞാൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥയാണ് ഇൻഫ്ലമേഷൻ്റെ അടിസ്ഥാന കാരണം. തുടർച്ചയായി കൊണ്ട് ബോഡിയിലുണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ കൊണ്ട് നോർമൽ സെൽ മെക്കാനിസം ചെയ്യാൻ പറ്റാതെ, അല്ലെ ശരീരത്തിന് നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ തികച്ചും അബ്നോർമലായിട്ട് ബോഡി മാറുകയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നോർമൽ മെക്കാനിസം നോക്കാം. ശരീരത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ പാർട്ടായ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ശരീരത്തിൻ്റെ ജനറൽ പോലെ, അതായത് നമ്മുടെ പട്ടാളത്തിലുള്ള ജനറൽ കമാൻഡർ പോലെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡറാണ് ഹൈപ്പോതലാമസ്. നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ്. നമ്മുടെ പട്ടാളം നമ്മുടെ സംരക്ഷിക്കാനുള്ള, രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ടീമാണ്. എന്തെങ്കിലും ഈ തലാമസ് ജനറൽ കമാൻഡറിന് എന്തെങ്കിലും ഒരു മെസ്സേജ് റോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം എന്ത് ചെയ്യും, അവർക്ക് തന്നെ വിനിയായിട്ട് മാറും. അതുപോലെ ശരീരത്തിൽ ഹൈപ്പോതലാമസിന് പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സ്വന്തം ബോഡിയെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഇതാണ് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കാരണം. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷനാണ്. ഹൈപ്പോതലാമസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഉറക്കം എഴുന്നേൽക്കുന്ന അവസ്ഥ, ബോഡി കണ്ടീഷൻസ്, ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്നതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നമ്മുടെ ഈ പറയുന്ന ശരീരത്തിന് എപ്പോഴാണ് ഭക്ഷണം ആവശ്യമുള്ളതെന്നും എനർജി ആവശ്യമുള്ളതെന്നും മനസ്സിലാക്കുന്നത് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഫാറ്റ് ഹോർമോണിൻ്റെ സഹായത്തോടു കൂടിയാണ്. നോർമലി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു നോർമലായിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലിൽ നിന്ന് ലെപ്റ്റിൻ എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അത് ബ്ലഡിലൂടെ ഡയറക്റ്റ് ഹൈപ്പോതലാമസിലെത്തുകയും ഹൈപ്പോതലാമസ് പറയാം ഓക്കെ ഇപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മതിയായിട്ടുണ്ടെന്നുള്ള രൂപം വരികയും പിന്നീട് മെസ്സേജ് കൊടുക്കും. അതോടെ ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വയറ് നിറഞ്ഞ് ഫുഡ് കഴിക്കൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ബോഡി സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഫുഡിൻ്റെ ഡൈജസ്റ്റീവിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മെറ്റബോളിസത്തിലേക്ക് കടക്കും. പക്ഷേ ഈ നോർമൽ ആയിട്ടുള്ളതിന് പകരമായിക്കൊണ്ട് അബ്നോർമൽ ആക്ടിവിറ്റീസ് എവിടെ മുതലാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലെപ്റ്റിൻ്റെ ആക്ടിവിറ്റീസ് അബ്നോർമലാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. ഉദാഹരണത്തിന് അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ കാരണം ഈ സെല്ലിൽ നിന്ന് ലെപ്റ്റിൻ എന്ന് പറയുന്ന സാധനം ബ്ലഡിലേക്ക് എത്താതെ വരും. അപ്പോൾ തലച്ചോറിനൊന്നും സംഭവിക്കില്ല, പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് കിട്ടാത്തൊരവസ്ഥ വരും.
ഹൈപ്പോതലാമസിലേക്ക് ഈ വിവരം മൊബൈലിൻ്റെ നെറ്റ്വർക്ക് കട്ടാവുന്നതുമാതിരി ഈ ബോഡിക്ക് ഭക്ഷണം ആവശ്യമുള്ളത് മതിയായിട്ടുണ്ടെന്നുള്ള നിർദ്ദേശം ഹൈപ്പോതലാമസിന് ലഭിക്കാതെ വരും. ഇതിന് രണ്ടാമത്തെ ഒരു കാരണമാണ് ഇൻഫ്ലമേറ്ററി കെമിക്കൽസ്. ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കൊണ്ട് ബോഡിയിൽ ഉണ്ടാവുന്ന കെമിക്കൽസ് എന്ത് ചെയ്യും, ഈ ലെപ്റ്റിൻ്റെ പാസേജിനെ ബ്ലോക്ക് ചെയ്യും. നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് ആംബുലൻസ് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല. സൈഡിലുള്ള തട്ടുകളെയും ഇല്ല റോഡ് സൈഡിൽ ഉണ്ടാവുന്ന കണ്ടീഷൻ കാരണം പ്രോപ്പർ അല്ലാത്തൊരവസ്ഥ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ലെപ്റ്റിൻ്റെ മെസ്സേജ് ഹൈപ്പോതലാമസിന് എത്താതെ പോകുന്നത്. ഇത് എത്താതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ബോഡിക്ക് അറിയണില്ല ആവശ്യമുള്ള കലോറി അല്ല ആവശ്യമുള്ള ഫുഡ് എൻ്റെ എത്തിയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് എത്തൂല. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും വിശക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി പിടിക്കും. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുക, ബോഡി ഓവർ വെയിറ്റ് വരും, പിന്നീട് വീണ്ടും വീണ്ടും ഫാറ്റ് ഡിപ്പോസിറ്റും വരും. ഫാറ്റ് ഡിപ്പോസിറ്റിൻ്റെ മാരകമായിട്ടുള്ള എഫക്റ്റുകളും അത് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടെന്ന് വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബോഡിയുടെ ഓവർ വെയിറ്റിന് കാരണം അടിസ്ഥാന കാരണം എന്താണ്, ലെപ്റ്റിൻ്റെ സുഗമമായിട്ടുള്ള സഞ്ചാരം ഈ ഹൈപ്പോതലാമസിൽ എത്താത്തൊരവസ്ഥ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്. ഒന്ന് എന്താണ്, അമിതമായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റാണ്. രണ്ടാമത് ക്രോണിക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന കെമിക്കൽസ് എന്ത് ചെയ്യും, ഇതിൻ്റെ നോർമൽ പാസേജിനെ ബ്ലോക്ക് ചെയ്യും. ഇനി എന്താണ് ലെപ്റ്റിൻ്റെ അമിതമായിട്ടുണ്ടാകുന്ന കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. അതിൽ ആദ്യത്തേത് ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. വൈകി ഉറങ്ങുന്ന അവസ്ഥ. നമ്മുടെ രാത്രി കാലങ്ങളിൽ ഉറക്കം വളരെ വൈകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, നോർമൽ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് രാത്രികാലം. ഈ സമയത്ത് നമ്മൾ അമിതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബോഡിക്ക് തന്നെ കൺഫ്യൂഷൻ വരികയാണ്, എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, നോർമലി എമർജൻസി ഹോർമോണായിട്ട് കോർട്ടിസോളും അഡ്രിനാലും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, കാരണം ബോഡി പറയുകയാണ് ഇവിടെ എന്തോയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവിക്കുകയാണ്, അൺയൂഷ്വൽ ആയിട്ടുള്ളത്. കാരണം ഉറങ്ങുന്നതിന് പകരമായിട്ട് എമർജൻസി സിറ്റുവേഷനാണ്, പുള്ളി ഉണർന്നിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ പട്ടാളവും പോലീസൊക്കെ ഇടപെടുന്ന മാതിരി ബോഡി ഫുൾ അലേർട്ട് ആവുകയാണ്. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ എമർജൻസി ഹോർമോണായിട്ടുള്ള കോർട്ടിസോൺ, സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോണും അതുപോലെ അഡ്രിനാലും പ്രവർത്തിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ഒരു എമർജൻസി സിറ്റുവേഷൻ ബോഡിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്, ബോഡി ഉടനെ ലിവറിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, എന്ത്, നിങ്ങൾ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണം, കാരണം എനർജി അത്യാവശ്യമാണ്, കാരണം ഇവിടുന്ന് ഒരു പ്രശ്നം വരുന്നുണ്ടെന്നുള്ള രൂപത്തിൽ. അപ്പോൾ ലിവർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഹൈ ആയിട്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നടത്തും, ഷുഗർ ഗ്ലൂക്കോസ് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നോർമലി എന്താണ് ബോഡി സംഭവിക്കുക, ബ്ലഡിലുള്ള ഓവറായിട്ടുള്ള ഗ്ലൂക്കോസ് ഇൻസുലിൻ്റെ സഹായത്തോടെ സെല്ലുകൾ കീപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓവറായിട്ട് ബ്ലഡിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് കാണുന്ന സമയത്ത് നോർമൽ എന്താണ് ചെയ്യേണ്ടത്, സെല്ലുകൾ ഇൻസുലിൻ്റെ സഹായത്തോടെ എടുത്ത് കൺവേർട്ട് ചെയ്യണം ചെയ്യും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും, ഹോർമോൺ പറയും നിങ്ങൾ ആരും ഇപ്പോൾ എടുക്കരുത്, കാരണം എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്, അത് അവിടെ തന്നെ വേണമെന്ന് പറയും. ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ രൂപത്തിൽ എന്ത് സംഭവിക്കും, ഫുൾ ടൈം ബോഡിയിൽ ഹൈ ആയിട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടും, ഷുഗർ വളരെയധികം ഹൈ ആയിരിക്കും. ഇതെന്താ സംഭവിക്കുക, തുടർച്ചയായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഗ്ലൂക്കോസ് കിട്ടാതെ വരികയും കേവലം ബ്ലഡ് വെസൽസിൽ മാത്രം ഇത് സംഭരിക്കുന്ന ഒരു അവസ്ഥയും വരും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ്. ഇവിടുന്ന് മുതലാണ് നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് വരുന്നത്. കാരണം സെല്ലിന് നോർമലി എടുക്കാത്ത സംഭവം എടുക്കാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അത് എടുക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അടിസ്ഥാന കാരണം. പിന്നീട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തേത്, ബോഡിയിൽ ഈ പറഞ്ഞ രാത്രി വൈകി ഉറങ്ങുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിപ്പോസ് ടിഷ്യൂവിൽ വിസറൽ ഫാറ്റാണ് അത് കൂടുക. അത് ബാഡ് കൊളസ്ട്രോൾ ബോഡിയിൽ അധികം ഉണ്ടാകും. ബാഡ് കൊളസ്ട്രോളിൻ്റെ ഭാഗമായിട്ട് ഫാറ്റ് ഹോർമോൺ ആയിട്ടുള്ളത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ബോഡിയിൽ. നേരത്തെ പറഞ്ഞതുപോലെ അതും ലെപ്റ്റിൻ്റെ ഈ നോർമൽ ആയിട്ടുള്ള പാസേജിനെ തടസ്സപ്പെടുത്തും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്താണ്, ട്യൂമർ നെക്രോസിങ് ഫാക്ടർ, CRP ഫാക്ടേഴ്സ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് കാരണങ്ങളാണ് എന്ത് സംഭവിക്കുന്നത്, ലെപ്റ്റിൻ്റെ രാത്രി വൈകി ഉറങ്ങുന്നത് സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത്, അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത്, കലോറിക്. ഇന്നത്തെ ആ കാലത്തും ഹൈ കലോറിക് ഫുഡും ഓയിലി ഫുഡിൻ്റെ ഉപയോഗം. ഹൈ കലോറിക് ഫുഡ് കഴിക്കുമ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ ഞാൻ ഷുഗർ കൊളസ്ട്രോൾ വരാൻ വേണ്ടിയിട്ട് ഒന്നും കഴിക്കാറില്ല. ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ്, കൂടുതലായിട്ട് ഈ പറഞ്ഞ വൈറ്റ് റൈസ് കഴിക്കാറുണ്ട്. വൈറ്റ് റൈസിൻ്റെ പ്രത്യേകത എന്താണ്, വൈറ്റ് റൈസ് അമിതമായിട്ടുള്ള കലോറിയാണ്, അതിൻ്റെ കലോറിക് വാല്യൂ വളരെ ഹൈ ആണ്. അത് പിന്നീട് എന്ത് ചെയ്യും, ബോഡിയിൽ കലോറി മാറിയിട്ട് നേരെ അത് ഫാറ്റായിട്ടാണ് സേവ് ചെയ്യുക. ഈ ഫാറ്റായിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ ഫാറ്റാണ് അഡിപ്പോസ് ടിഷ്യൂലേക്ക് വന്ന് കയറുക.
ഈ വിസറൽ ഫാറ്റായിട്ട് മാറുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ഈ പറഞ്ഞ മോളിക്യൂൾസ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഈ പറഞ്ഞ ലെപ്റ്റിൻ്റെ നോർമൽ പാസേജിനെ തടസ്സപ്പെടുത്തും. ഇതുകൊണ്ടാണ് ലെപ്റ്റിൻ കാരണം അമിതവണ്ണം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പേഷ്യൻ്റെ കഥ അവർ പറയാൻ ഡോക്ടർ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നീർക്കെട്ട് കൊണ്ട് വീണ്ടും വീണ്ടും വരികയാണ്. ഇന്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഉറക്കത്തിൻ്റെ വ്യത്യാസവും പറഞ്ഞു. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തത് അമിതമായിട്ടുള്ള ഭക്ഷണം, ഹൈ കലോറി, അതുപോലെ ജങ്ക് ഫുഡ്, ഓയിലി ഫുഡിൻ്റെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരത്തിൽ കൃത്യമായ രൂപത്തിലുള്ള വ്യായാമം ഇല്ലാത്തൊരവസ്ഥ ശരീരത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസിനെ പ്രതിരോധിക്കാനുള്ള നോർമൽ ആയിട്ടുള്ള മെക്കാനിസത്തിനെ തടസ്സപ്പെടുത്തുന്നു. ഇതോടെ എന്താ സംഭവിക്കുക? ബോഡിക്ക് സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ബോഡിക്ക് ഒരു വാർണിംഗ് സൈൻ കിട്ടും, ഇന്ന സ്ഥലത്ത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് പറയാം അവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ ബോഡി തന്നെ നോർമൽ മെക്കാനിസം പോയിട്ട് അവിടെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലിയർ ചെയ്യും. പക്ഷേ തുടർച്ചയായിട്ട് സഡൻഡറി ലൈഫിലുള്ള ആൾക്കാർക്ക് എന്താണ്, ഈ കൃത്യമായിട്ടുള്ള പ്രതിരോധിക്കാനുള്ള മെസ്സേജ് സംവിധാനം മോളിക്യൂൾസ് കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. ഇതിൻ്റെ കാരണമായിട്ട് എന്ത് സംഭവിക്കും? ശരീരത്തിൽ ഇൻഫ്ലമേഷൻ പല ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത സമയങ്ങളും വ്യത്യസ്ത സ്ഥലങ്ങളും ബോഡി, ഉദാഹരണത്തിന് ജോയിൻറ്റുകളിലും ബോഡിയിൽ തന്നെ മറ്റു പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് സഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള സിസ്റ്റങ്ങളിലേക്ക്, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റങ്ങളെ ബാധിക്കാൻ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ ക്രോണിക് ഇൻഫ്ലമേഷൻ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. കാരണം എന്താണ്, ഈ തുടർച്ചയായിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണം നോർമൽ pH അവിടെ തകരാറാവുകയാണ്. ശരീരത്തിൽ കുടലിന് നോർമൽ pH തകരാറാകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ദഹിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ബാക്ടീരിയയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥിതി ഉണ്ട്. കാരണം നോർമൽ ബാക്ടീരിയ ജീവിക്കേണ്ട ഒരു pH ഉണ്ട്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കെല്ലാവർക്കും അറിയാം, ആസിഡിൻ്റെ ഒരു ബേസിൻ നമ്മൾ അറിയുന്ന ഒരു ബേസിക് ലെവലാണ്. അത് കൂടുകയും കുറയുമ്പോൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് നല്ല ബാക്ടീരിയക്ക് സർവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിട്ട് മാറും. നല്ല ബാക്ടീരിയക്ക് ജീവിക്കാൻ പറ്റാത്ത എല്ലാവരുടെ നോർമൽ ആവാസ വ്യവസ്ഥയ്ക്കെതിരായിട്ട് മാറും. ഇതെന്ത് ചെയ്യും? ചീത്ത ബാക്ടീരിയകളുടെ അവസ്ഥയ്ക്ക് വളരെയധികം പ്രൊമോട്ട് ചെയ്യും ഗ്രോത്തിന്. ഇതോടുകൂടി ബോഡിയിലുള്ള ഈ പറഞ്ഞ കുടലിൻ്റെ നോർമൽ ആരോഗ്യം ഇല്ലാതാവും. പിന്നീട് സംഭവിക്കുക എന്താണ്? ഇന്നർ ലൈനിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുടലിനുള്ളിൽ ഇന്നർ ലൈനിങ് ഉണ്ട്, മ്യൂക്കോസൽ ലെയറിങ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ആസിഡ് റിയാക്ഷൻ നോർമൽ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ നിർമ്മിച്ച ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ഈ കൃത്യമല്ലാത്ത രൂപത്തിലൊക്കെ തുടർച്ചയായിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണം എന്ത് ചെയ്യും? അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇത് നോർമൽ അബ്സോർപ്ഷന്, അതായത് നേരത്തെ പറഞ്ഞ നോർമൽ വൈറ്റമിൻ ആയാലും എല്ലാ ഫുഡ് ഐറ്റംസിന് നോർമൽ അബ്സോർപ്ഷനെ തടയും. കാരണം എന്താണ്, ഇവിടെ ഇതിന് ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻസ് ഉണ്ട്, ഇതിൻ്റെ തന്നെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? അതിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നീടുള്ള മൂന്നാമത്തെ പ്രശ്നം എന്താണ്? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള അല്ലാത്ത തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം നോർമൽ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ്. കാരണം ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ബോഡി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ കുറക്കും. ഇതെന്ത് ചെയ്യും? നോർമൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഡെഫിഷ്യൻസിയിലേക്ക് കാരണം. അപ്പോൾ തന്നെ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ചില പേഷ്യൻസ് പറയാറുണ്ട്, ഈ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി കംപ്ലയിൻസ് ഉള്ള പേഷ്യൻസ് എന്ത് പറയും? ഡോക്ടർ ഇതാ ഇപ്പോൾ വയറിന് വല്ലാതെ ബുദ്ധിമുട്ടാണ്, വയറ് വീർക്കാണ്, ഛർദ്ദൽ പോലെ വരികയാണ്. കാരണം പിന്നെ ഈ ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ. അതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പറഞ്ഞ ലെയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ പറഞ്ഞ ആവരണത്തിന് തടസ്സം സംഭവിക്കുന്ന പ്രോപ്പർ അല്ലാതെ ഡൈജഷൻ വരികയും ചെയ്യുന്ന അവസ്ഥ. ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് പ്രധാനമായിട്ട് വരുന്ന കാർഡിയോവാസ്കുലർ സിസ്റ്റം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് ബ്ലോക്കുകൾ. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ആയിട്ടുള്ള TNS, ട്യൂമർ നെക്രോസിസ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ CPRഉം ബ്ലോക്കിന് കാരണമായിട്ടുള്ള കെമിക്കൽസിൻ്റെ ഫോർമേഷന് സഹായിക്കും. അതോടുകൂടി എന്ത് ചെയ്യും? നോർമൽ ആയിട്ടുള്ള സർക്കുലേഷന് പകരം ആർട്ടറീസിൽ സർക്കുലേഷൻ കുറയുകയും അത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് പ്രോബ്ലംസ്, ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുകയും സ്ട്രോക്കിനും കാരണമാകും. പിന്നീട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ സിസ്റ്റമാണ് മസ്കുലർ സിസ്റ്റം. നമുക്ക് ആ പേഷ്യൻ്റ് നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ആയിക്കൊണ്ട് എല്ലാ ജോയിൻസിലും പെയിൻസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണ്? അവിടെ ഈ പറഞ്ഞ മസിൽസിന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും, ജോയിൻസിൽ അവിടെ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നോർമൽ ആക്ടിവിറ്റീസ് അവിടെ തടസ്സപ്പെടുത്തും. നാലാമത്തെ പ്രധാനപ്പെട്ട മേഖലയാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തുടർച്ചയായിക്കൊണ്ട്
നേരത്തെ പറഞ്ഞതുപോലെ വാണിംഗ് ആയിട്ട് ബോഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും. പറയുന്ന പോലെ പുലി എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ. കാരണം യഥാർത്ഥത്തിൽ പുലി വരുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥ. അതുപോലെ ക്രോണിക് ഇൻഫ്ലമേഷനുള്ള സമയത്ത് എന്താണ്, ബോഡിയിൽ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ബോഡി തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. ഇതെന്ത് ചെയ്യും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ വരും. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ കോമൺ ആയിട്ട് എന്തിനു കാരണം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കാരണം. ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്തൈറ്റിസ്, അലോപേഷ്യ ഏറിയേറ്റ, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ക്രോണിക് ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് ആണ്. ഇനി ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം. ക്രോണിക് ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് ബോഡി നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ജനറൽ വീക്ക്നെസ് ആണ്. കാരണം എന്താണ്, ബോഡിയുടെ ഇന്റേണലായിട്ട് തന്നെ ഒരു വിധം എനർജികൾ ഈ പറഞ്ഞ ഇൻഫ്ലമേഷനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോണിൽ ബാറ്ററി ലോ ആവുന്ന സമയത്ത് എന്താണ്, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ സ്ലോ ആയിരിക്കും. നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂട്യൂബ് കാണാൻ പറ്റില്ല. എന്ത് ചെയ്യും, ബാറ്ററി ലോ, ക്യാമറ പോലും ഈവൻ വർക്ക് ആവില്ല. കാരണം എന്താണ്, കാരണം ബാറ്ററി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതുപോലെ നമ്മുടെ ബാറ്ററിയുടെ അല്ലെ എനർജിയുടെ പകുതിയിലധികം അല്ലെ ഒരു 70% ബോഡി എന്ത് ചെയ്യാണ്, ഈ ഇൻഫ്ലമേഷനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നോർമലി നമുക്ക് എന്ത് സംഭവിക്കും, കടുത്ത ക്ഷീണം അനുഭവപ്പെടും, ഏത് സമയത്ത് ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ലക്ഷണമാണ് ഇപ്പം മൂഡ് സിക്നസ്, മൂഡ് ചേഞ്ചസ്. ഒരു ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, പിന്നെ ഏത് സമയത്ത് ഒരു എനർജി ലോ ലെവൽ, അതുപോലെ സൈറ്റോസിൻ്റെ പ്രസൻസ് കാരണം ബോഡി തുടർച്ചയായിട്ട് ഇൻഫ്ലമേഷന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കണ്ടന്റാണത്. കാരണം മറ്റുള്ള സെല്ലുകളോട് പറയണത് എന്താണ്, നോർമൽ അല്ല, നമുക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന സാധനമാണത്. അപ്പോൾ അതിനെയും ബോഡി എല്ലാ സമയത്തും അതിനെതിരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് നോർമൽ ഏത് സമയത്തും ചില പേഷ്യൻസ് പറയാം, ഡോക്ടർ എനിക്ക് ഇപ്പോഴും ഒരു പനി പോലെ ഫീൽ ചെയ്യാറുണ്ട്, ബോഡി എപ്പോഴും ചൂടായിരിക്കും, ഇന്റേണലി അധിക സമയത്തും ചൂടായിരിക്കും. കാരണം എന്താണ്, ഈ പറഞ്ഞ സൈറ്റോസിൻ്റെ പ്രവർത്തനപരമായിട്ട് എപ്പോഴും ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി ഈ ആക്രമണത്തെ നേരിടാനുള്ള തരത്തിലേക്ക് മാറും. ഇതാണ് ഏത് സമയത്തും ലോ ഗ്രേഡ് ഫീവറായിട്ട് ക്രോണിക് ഇൻഫ്ലമേഷനുള്ള കണ്ടീഷനിൽ പേഷ്യൻ്റ് കണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇത് എഫക്റ്റ് ചെയ്യണ വയറുമായിട്ട് വന്നതുകൊണ്ട് കൃത്യമായിട്ടില്ലാത്ത ശോധനയുടെ പ്രശ്നം. ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചില സമയത്ത് ഡയറി ആയിരിക്കും, ചില സമയത്ത് സിവിയർ ആയിട്ടുള്ള അബ്ഡമിൻ പെയിൻ ആയിരിക്കും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, പുളിച്ചു തീറ്റിലായിരിക്കും. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ എന്ത് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പോകാറില്ല. കാരണം എന്താണ്, ഈ ക്രോണിക് ഇൻഫ്ലമേഷനാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. പിന്നീട് ഉണ്ടാകുന്നതാണ് ജോയിൻറ്റ് പെയിൻസ്. കാരണം സിവിയർ ജോയിൻറ്റ് പെയിൻസ്, നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കാരണം ജോയിൻറ്റ്സിലും മസിൽസിലും സിവിയർ പെയിന് കൂടുതലായിട്ട് കാണാം. അതുപോലെ നേരത്തെ പറഞ്ഞ മൈൻഡ്, ഫോഗി മൈൻഡ് ആയിരിക്കും, കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇതൊക്കെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏത് രൂപത്തിലുള്ള ഡയറ്റാണ് നമുക്ക് ഇതിന് റിക്കവർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് പറയുന്നത്. ക്രോണിക് ഇൻഫ്ലമേറ്ററി രണ്ടാമത് എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മെറ്റബോളിക് ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് ഡയബറ്റിക് വരുന്നതിൻ്റെ അടിസ്ഥാന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ഡയബറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻറ്റ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ പല രൂപത്തിൽ കേട്ടിട്ടുണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് പ്രമേഹത്തിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ വിശദമായിട്ട് വിശദീകരിച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പ്രമേഹത്തിന് കാരണം. അതെന്ത് ചെയ്യും, മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് പ്രമേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ പിന്നെ ഹൈപ്പർ ടെൻഷന് കാരണമാണ്. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് വെയിറ്റ്, ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നൊരവസ്ഥ. നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് പറയും, ഡോക്ടറെ എന്താണ് എൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും വെയിറ്റ് കുറയണില്ല. അതിൻ്റെ കാരണം എന്താണ്, ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി കാരണം ബോഡിയിൽ വർദ്ധിച്ചു വരുന്നത്. അതുപോലെ തന്നെ സ്വെല്ലിങ്, പല ഭാഗങ്ങളുണ്ടാകുന്ന നീർക്കെട്ട്. ചില ആൾ പറയും, ഡോക്ടർ ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സ് വൈകുന്നേരത്തെ ടൈറ്റ് ആവുകയാണെങ്കിൽ സ്ഥിരത അല്ലാത്ത, ചില സമയത്ത് ഭയങ്കര വീർത്ത് വരിക, ചിലപ്പോൾ അത് കുറയുക. കാരണം എന്താണ്, ഇൻഫ്ലമേഷൻ കുറയുന്നതിനനുസരിച്ച് അത് ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, ആൻറ്റി ഇൻഫ്ലമേറ്ററിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത കൃത്യമായിട്ട് പറയുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ കഴിക്കേണ്ടത് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി കാരണമായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞാൽ ഇൻഫ്ലമേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെജിറ്റബിൾസിലായാലും ഫ്രൂട്ട്സിലായാലും ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ, ഭക്ഷണ രീതിയിൽ ചെറിയ രൂപത്തിൽ മാറ്റിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും.
അതേതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സഹായിക്കുന്ന റിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി. കാരണം നമ്മൾ ടെമ്പററി ആയിട്ടുള്ള സപ്ലിമെൻറ്റ് കഴിക്കുന്നതുകൊണ്ട് ടെമ്പററി ആയിട്ടുള്ള ഫലങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് നോർമലായിട്ട് എന്താണെന്ന് പരിശോധിക്കുക. നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുന്ന നോർമലായിട്ടുള്ള പോളിഷ് റൈസിന് പകരം, നോർമലായിട്ട് കണ്ടുവരുന്ന വൈറ്റ് റൈസിന് പകരമായിട്ട് ബ്രൗൺ റൈസ് ഉപയോഗിക്കുക. കാരണം ബ്രൗൺ റൈസ് ഇൻസുലിൻ അതിൻ്റെ ബ്രൗൺ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് വളരെ സാവധാനം മാത്രമേ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കയറുകയുള്ളൂ. അത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. രണ്ടാമതൊരു സാധനം നമ്മൾ പറഞ്ഞ വീറ്റ്, വോൾ വീറ്റ്, അതുപോലെ തന്നെ ബാർലി, ഗോതമ്പ്, പിന്നെ ഈ ഇപ്പോഴത്തെ കാണുന്ന മില്ലറ്റുകൾ ഉണ്ടല്ലോ, അത് വളരെ എഫക്റ്റീവാണ്. നമ്മൾ ആ ഭക്ഷണത്തിൽ ചെറിയൊരു ക്രമീകരണങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് റൈസിന് പകരമായിക്കൊണ്ട് ഈ പറഞ്ഞ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അപ്പോൾ ഉദാഹരണത്തിന് രാവിലെ മുത്താറിയുടെ പുട്ട് കഴിക്കാം, ചെറുപയർ മുത്താറി മിക്സ് ആയിട്ടുള്ള ദോശ കഴിക്കാം. വൈറ്റ് റൈസ് പരമാവധി ഈ പറയുന്ന ലക്ഷണങ്ങളുള്ള ആൾക്കാർ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത് നമ്മൾ വെജിറ്റബിൾസിലേക്ക് വരികയാണെങ്കിൽ, വെജിറ്റബിൾസിൽ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ കളർഫുൾ വെജിറ്റബിൾസ് ആണ് പൊതുവെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡായിട്ട് നമ്മൾ പറയാറുള്ളത്. ഉദാഹരണത്തിന് ക്യാപ്സിക്കം പറ്റും, അതുപോലെ കോളിഫ്ലവർ, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, നമ്മൾ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ, അതുപോലെ തന്നെ തക്കാളി. പിന്നെ ഇതാണ് വളരെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്. നമ്മൾ നെറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സീഡ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പംകിൻ സീഡ്സും അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, പിന്നെ ചിയാ സീഡ്സ്. എല്ലാവർക്കും അറിയാം ചിയാ സീഡ്സും. സീഡ്സ് നമ്മൾ ഏത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ പറഞ്ഞ ചിയാ സീഡ്സ് ആണെങ്കിൽ നമ്മൾ തലേന്ന് വെള്ളത്തിൽ പുതിർത്തിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അത് ഈസി ഡൈജസ്റ്റീവിന് സഹായിക്കും. അല്ലാത്ത സാരത്തിൽ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് അബ്ഡമിൽ ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും, ദഹിക്കാനുള്ള അതിൻ്റെ എല്ലാ ആൻറ്റി ഓക്സിഡൻസുകളും നമുക്ക് ലഭിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സീഡ്സ് നിർബന്ധമായിട്ടും തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും വെള്ളത്തിൽ കുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം എന്താ, എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫലം ലഭിക്കുകയുള്ളൂ. സലാഡ്സിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ഫുഡ് പ്ലേറ്റിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു 30 to 45% എങ്കിലും ലീഫി പോർഷനായിട്ട് മാറ്റാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഓയിൽസ് ആണ്. നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഓയിൽസ്, നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഓയിൽസ് ഒക്കെ ഒട്ടും റിഫൈൻഡ് ഓയിൽസ് ആണ്. റിഫൈൻഡ് ഓയിൽസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണത്? ഹീറ്റ് വെച്ചിട്ടാണ് ഓയിൽ പാർട്ടിക്കിൾസ് സീഡ്സിനായാലും ഓയിൽ സ്ക്യൂസ് ചെയ്യണത്. ഇത് ഉപയോഗിക്കുന്നവർ തന്നെ ഒരുപാട് ഓക്സിഡേറ്റീവ് ആക്ഷൻസ് ആണ് അവിടെ സംഭവിക്കുന്നുള്ളത്. നേരിട്ട് ബോഡിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ആ ഓക്സിഡേറ്റീവ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുകയാണ്. അത് ശരീരത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്, ഇൻഫ്ലമേഷൻ അത് കാരണമാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കോൾഡ് പ്രോസസ്സിലൂടെ ലഭിച്ച, നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്ത്, പിന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നുള്ള ബോർഡുകൾ കാണാൻ പറ്റും. കാരണം എന്താണ്, ചക്കിലാട്ടുന്നതല്ല ഇന്ന് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അത് കോൾഡ് പ്രോസസ്സാണ്. അവിടെ മെഷീൻ ഹീറ്റാക്കാതെയാണ്, പ്രസ് ചെയ്തുകൊണ്ടാണ് വെളിച്ചെണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, ഇത് രണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഓയിലൂടെ നമുക്ക് ഉപയോഗിക്കും. സലാഡിലൊക്കെ എക്സ്റ്റേണലായിട്ട് വളരെ കുറച്ച് അളവിൽ നമുക്കിത് ഉപയോഗിക്കുന്നതാണ്. ഇനി മറ്റേത് മുട്ട, ഡെയിലി 1-2 മുട്ട നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, റാഗി ദോശയോ അല്ലെങ്കിൽ റാഗി പുട്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റാഗി പിന്നെ ചോളം മിക്സ് ചെയ്തിട്ട്, ധാന്യങ്ങൾ മിക്സ്, മില്ലറ്റുകൾ മിക്സ് ചെയ്തിട്ടുള്ള പുട്ട്, അരി ബ്രൗൺ റൈസ് മിക്സ് ചെയ്തിട്ടുള്ള പുട്ട്, അതിൻ്റെ കൂടെ 1-2 മുട്ട, പിന്നെ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ചെറുപയർ പറ്റും, അതുപോലെ തന്നെ കിഡ്നി ബീൻസ്, നോർമൽ ബീൻസ്, കടല. ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. ഇനി പ്രധാനമായിട്ട് വരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് പിന്നെ ഫിഗാണ്, അത്തിപ്പഴമാണ്, അതുപോലെ വാൾനട്ടാണ്, ആൽമണ്ടാണ്. ഇത് 3ഉം നിർബന്ധമായിട്ടും നമ്മൾ ഈ പറഞ്ഞ ലക്ഷണമുള്ള ആൾക്കാർ ഡെയിലി ചെറിയൊരളവിൽ കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടു. കാരണം എന്താ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ആണത്. ഒരു സഡനായിട്ടൊരു 1 month കൊണ്ട് അത് മാറുള്ളൂ. അത് മിനിമം ഒരു 6 months എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സ്നാക്സിൻ്റെ ഓയിലി ഫുഡിന് പകരമായിക്കൊണ്ട് വാൾനട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റമായിട്ടുള്ള വാൾനട്ടോ, നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൽമണ്ട്, വാൾനട്ട്, പിന്നെ ഫിഗ് നിർബന്ധമായിട്ട് കഴിക്കേണ്ടത്. ഈ ഫ്രൂട്ട്സിലേക്ക് പോവുകയാണെങ്കിൽ, ഫ്രൂട്ട്സിൽ നോർമലായിട്ട് നമ്മൾ പറയുക ബെറീസാണ് പറയാറുള്ളത്. ബെറീസ് നമുക്ക് അറിയാം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്.
കാരണം ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. അതിന് പകരം സ്ട്രോബെറി അവൈലബിൾ ഉള്ള സമയമാണ് സ്ട്രോബെറി വ്യാപകമായിട്ട് ഉപയോഗിക്കുക. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഇത് നിർബന്ധമായിട്ട് പറ്റുകയാണെങ്കിൽ, അഫോർഡബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഇതിന് പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ത്യൻ റോസ്ബെറി ആയിട്ട് അറിയപ്പെടുന്ന ആംല, നെല്ലിക്ക നിർബന്ധമായിട്ടും ഡെയിലി 2 എണ്ണം ഒരു നുള്ള് മഞ്ഞളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കേണ്ടതാണ്. കാരണം എന്താണ്, അത് ഹൈ റിച്ച് ഇൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അത് വളരെ എഫക്റ്റീവാണ്. പിന്നീടുള്ളതാണ് നമുക്കറിയാവുന്ന കോമൺ ആയിട്ട് അവക്കോഡ. കാരണം എന്താണ്, പണ്ടൊക്കെ വളരെ അൺകോമൺ ആയിരുന്നു, വളരെ എഫോർഡബിൾ ആയിട്ടുള്ള, വളരെ റേറ്റ് കുറവായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മുടെ ഡയറ്റിലും ഒരു രാത്രി ഭക്ഷണത്തിലും നോർമലി നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നീട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഫിഷ് ആയാലും ഇതൊക്കെ റിച്ച് ഇൻ ഒമേഗ ആൻറ്റി ആസിഡാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കാതെ, ഒമേഗ 3 ഫാറ്റി ആസിഡുള്ള കണ്ടന്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചൂടാക്കാതെ ഉപയോഗിക്കേണ്ടത്. കാരണം ചൂടാക്കുന്ന സമയത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കണ്ടന്റുകൾ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നേരത്തെ പറഞ്ഞ ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഹെർബ്സും കൂടി യൂസ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഇഞ്ചി, മഞ്ഞൾ വളരെ എഫക്റ്റീവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, മഞ്ഞൾ അടങ്ങിയിരുന്ന കുർക്കുമിൻ എന്നുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ എഫക്റ്റീവാണ്. ഡയറക്റ്റ് അത് ബോഡി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ പറ്റുകയാണെങ്കിൽ ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം ബോഡി വളരെ ഈസി ആയിട്ട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഗാർലിക്, വെളുത്തുള്ളി നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. പറ്റുകയാണെങ്കിൽ മിൻറ്റ് ടീ കുടിക്കാം, അതുപോലെ ഗ്രീൻ ടീ കുടിക്കാം. ഇതൊക്കെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യം നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് വിത്തിൻ 1 മന്ത് കൊണ്ട് അത് ഫീൽ ചെയ്യും. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ ഒരുപാട് ക്രോണിക് ആക്ടിവിറ്റീസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ റിക്കവർ ചെയ്തിട്ട് ഒരു നോർമൽ ലെവൽ എത്തണമെങ്കിൽ തന്നെ മിനിമം 1 മന്ത് അത്യാവശ്യമാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ടെമ്പററി എഫക്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ മാത്രമേ എഫക്റ്റ് കിട്ടുകയുള്ളൂ. പിന്നീട് എന്ത് ചെയ്യും, വീണ്ടും അത് പഴയപടിയായിട്ട് പോകും. നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഫോഗി മൈൻഡ് ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ധാരണ കിട്ടാത്തൊരവസ്ഥ, ചില സമയത്ത് ഉണ്ടാവുന്ന മൂഡ് വളരെ സ്ലോ ആണ് അവസ്ഥ, സാഡ്നെസ് ആയിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിപ്രസ്ഡ് ആയിരിക്കും. ആ ഒരു ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേവലം തടി വെക്കുക എന്നുള്ള മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഫസ്റ്റ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇവരെ ഡയബറ്റിക്കാണ്. ഡയബറ്റിക് വരാത്തൊരു പേഷ്യൻസ് ആണ് നിങ്ങളെങ്കിൽ, ഡയബറ്റിക് വരാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി കോസിന് കാരണമായിട്ട് വൈകി ഉറങ്ങുന്നതും അനാവശ്യമായിട്ടുള്ള കലോറിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ നമുക്കറിയാവും, എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ റിച്ച് ആയിട്ടുള്ള ഫംഗ്ഷന് പോകുമ്പോൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ യൂത്ത് ആയാലും വളരെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും കേക്ക്, ഭക്ഷണം എല്ലാം കഴിച്ച് കലോറി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 5000 കലോറിയെങ്കിലും അവിടെ യൂസ് ചെയ്യും. ഇത്രയും റിച്ച് ആയിട്ടുള്ള കാരണം എന്താണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കേക്കുകൾ ഉണ്ടാവും, പിന്നീട് വീണ്ടും സ്വീറ്റ്സുകൾ ഉണ്ടാവും. ഇത് കഴിച്ച് കാലോറി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു തരത്തിൽ ഒരു 5 ദിവസം പോലും യൂസ് ചെയ്യുമ്പോൾ 5000 കലോറി ഒരു മനുഷ്യൻ യൂസ് ചെയ്യണില്ല. കാരണം എന്താ, അത്രയും സൗകര്യങ്ങൾ നമുക്കുണ്ട്, വണ്ടികളുണ്ട്, യാത്രകളൊക്കെ ചുരുങ്ങി. അപ്പോൾ നോർമലി 1 to 2000 കലോറി വേണ്ടെടുത്ത് നമ്മൾ ഒരൊറ്റ ടൈമിൽ തന്നെ ഇത്രയും റിച്ച് കലോറി ബോഡിയിലേക്ക് കയറ്റുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നേരെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുകയും അത് വീണ്ടും കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് മാറുകയും പിന്നീട് നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഏറ്റവും പ്രധാനമായിട്ട് കാരണമായിട്ട് മാറും. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. നേരത്തെ കോംപ്ലിക്കേഷൻ പറഞ്ഞത് കേവലം തടിവെക്കുക മാത്രമല്ല, ഡയബറ്റിക്കിന് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്, ഹാർട്ട് അറ്റാക്കിന് കാരണം. നമുക്കറിയാൻ പറ്റും, കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അറ്റാക്കും കാർഡിയോവാസ്കുലർ ഡിസീസും. മൂന്നാമത്തത് ഹോർമോണൽ ചേഞ്ചസിന് വളരെയധികം ചേഞ്ചസ്. നാലാമത്തത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് കാരണം. ഇനി ക്രോണിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നമുക്ക് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ്. നോർമലി നമുക്ക് ESR എടുക്കുമ്പോൾ അത് കാണാൻ പറ്റും, അതുപോലെ CRP എടുക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ USG എടുക്കുന്ന സമയത്ത് അബ്നോർമാലിറ്റീസും കാര്യങ്ങളും ബോഡിയിൽ കാണാൻ പറ്റും. പിന്നീട് ഏറ്റവും സിമ്പിളായിക്കൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൂടുന്നതായിക്കൊണ്ട് കാണും. ഉദാഹരണത്തിന് ആൾക്കാരൊക്കെ പറയാം, വളരെ തടിയാണല്ലോ എന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബോഡി വളരെ തടിച്ചതാണെങ്കിൽ, ഒബേഴ്സ് ആണെങ്കിൽ പോലും നമുക്കൊരു കാര്യം ഒരു 5 സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ. ചില പേഷ്യൻസ് വന്ന് പറയാം, ഡോക്ടറെ ഈ കാണുന്ന അവസ്ഥയിൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം.
ഇനി ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വീഡിയോയിൽ ആ വിദ്യാഭ്യാസം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ നോർമലായിട്ട് അബ്നോർമലായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അവർക്ക് കൃത്യമായിട്ട് റുട്ടീൻ്റെ ഭാഗമായിട്ട് 1 to 2 hours ഫിസിക്കൽ വർക്ക് വളരെ കമ്പൽസറി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ ഫിസിക്കൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് പൂർണ്ണമായിട്ട് തെറ്റാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസിനെ പ്രിവെൻറ്റ് ചെയ്യണത് നമ്മൾ കൂടുതലായിട്ട് ഫിസിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നോർമലായിട്ട് ബോഡി മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, നോർമലായിട്ട് ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ബ്ലോക്കും കാര്യങ്ങളും അത് പ്രിവെൻറ്റ് ചെയ്യും. സഡൻഡറി ലൈഫ് സ്റ്റൈൽ, കൃത്യമായ വ്യായാമം ഇല്ലാത്തൊരവസ്ഥയിൽ എന്താ കാരണമാവുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ബോഡിയിൽ പല പല ഭാഗങ്ങളായിട്ട് ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നീട് ക്രോണിക് ലെവലിലേക്ക് മാറുകയും ചെയ്യും. ഇനി ഇതിനുള്ള ഹോം റെമഡീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഡെയിലി ചതച്ചിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തേനിൽ ഒരു 1/2 ടീസ്പൂൺ തേനിൽ പിന്നെ 5 ഗ്രാം ചുക്കും അതോടൊപ്പം തന്നെ 5 ഗ്രാം ഇരട്ടി മധുരവും ഡെയിലി കഴിക്കുക. പിന്നീട് പറ്റുകയാണെങ്കിൽ ഡെയിലി പിന്നെ തേനിൽ തന്നെ അതോടൊപ്പം തന്നെ കരിഞ്ചീരകം കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഓക്സിഡേറ്റീവ് പ്രവർത്തനങ്ങളെ ഫ്രീ റാഡിക്കൽസ് കാരണമായി പ്രവർത്തിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. ഇത് റിച്ച് ഇൻ മേൽ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടീ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ടർമറിക് വിത്ത് ബ്ലാക്ക് പെപ്പറിന് ടീ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ജ്യൂസായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മിൻറ്റ് ലൈം വളരെ എഫക്റ്റീവാണ്. കാരണം എന്താണ്, മിൻറ്റിലും ലൈമിലും റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ക്രോണിക്, നേരത്തെ പറഞ്ഞ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ സ്റ്റേജ് എന്നുള്ളത് ക്രോണിക് ഇൻഫ്ലമേഷനാണ്. അത് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. എല്ലാം നിങ്ങൾ ഈ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല, അത് വീണ്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വീണ്ടും വരും. അപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങേണ്ടതാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവിടെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. മൂന്നാമത് എന്ത് ചെയ്യേണ്ടതാണ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ടും ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഹാഫ് ആൻ അവറെങ്കിലും നിർബന്ധമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവേണ്ടതാണ്. ഇത്തരത്തിൽ നമ്മൾ കൃത്യമായ രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു പ്രയാസങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്റ്റേജ് കുറച്ച് പഴകിയതാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ആവാനാണ് നോർമലി സാധ്യത, നല്ല പഴക്കം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് മറ്റു പല സിംറ്റംസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതോടനുബന്ധിച്ച് നമുക്ക് മറ്റു പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇതിന് കാരണം എന്താണെന്നും വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് കാണാം. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ.